അവർ സുഭാഷിനെ അന്വേഷിച്ച് എല്ലായിടത്തും പോവാണ്. എവിടെയും സുഭാഷ് ഉണ്ടാവില്ല. ഹരീഷ് ചോദിക്കും, സുഭാഷ് ഏട്ടന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാ? നികേഷ് പറയും, അത് നമ്മുടെ വീടല്ലേ. സുഭാഷ് ഏട്ടൻ ജോലി കഴിഞ്ഞാൽ വേഗം നമ്മുടെ വീട്ടിലേക്കല്ലേ വരാറ്. ഹരീഷ് പറയും, പിന്നെ സുഭാഷ് ഏട്ടൻ എവിടെ പോയി? നികേഷ് പറയും, ഹരീഷ് ഏട്ടാ എനിക്ക് പേടിയായിട്ട് വയ്യ. ഹരീഷ് പറയും, നീ ടെൻഷനാവില്ലേ, നമുക്ക് അന്വേഷിക്കാം. സുധീഷും കാണുന്ന ആളോടൊക്കെ സുഭാഷിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് കണ്ടോന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ആരും സുഭാഷിനെ കണ്ടിട്ടുണ്ടാവില്ല. അവിടുന്ന് അവിനാശിനെ കാണുകയാണ്. സുധീഷ് ഓടിച്ചെന്ന് അവിനാശിനോട് ചോദിക്കും. അവിനാശ് പറയും, എനിക്കിന്ന് വേറെ സൈറ്റിലാണ് പണി, ഇന്നെനിക്ക് സുഭാഷ് ഏട്ടനെ വിളിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. സുധീഷ് പറയും, രാവിലെ മുതൽ സുഭാഷ് ഏട്ടനെ കാണാനില്ല, രാവിലെ തൊട്ട് തിരയാൻ തുടങ്ങിയതാ, എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ പറയണേ. അവിനാശ് പറയും, സുഭാഷ് ഏട്ടൻ അങ്ങനെ എങ്ങോട്ട് പോകുന്നില്ല, സുഭാഷ് ഏട്ടൻ വരും. നിധിയാണെങ്കിൽ വീട്ടിൽ ടെൻഷനായിക്കൊണ്ടിരിക്കുകയാണ്. ഹരീഷും നികേഷും കൂടെ വീട്ടിലേക്ക് വരുമ്പോൾ നിധി ചോദിക്കും, സുഭാഷ് ഏട്ടനെ കണ്ടോ? ഹരീഷ് പറയും, ഇല്ല, സുഭാഷ് ഏട്ടൻ അങ്ങനെ ഫ്രണ്ട്സൊന്നുമില്ല, പോകാൻ സാധ്യതയുള്ള എല്ലായിടത്തും അന്വേഷിച്ചു, അവിടെ ഒന്നും സുഭാഷ് ഏട്ടൻ പോയിട്ടില്ല. സുധീഷ് വീട്ടിലേക്ക് വരുമ്പോൾ ഹരീഷ് സുധീഷിനോട് സുഭാഷിനെ പറ്റി ചോദിക്കുമ്പോൾ സുധീഷ് പറയും, ഒരു വിവരവും കിട്ടിയില്ലടാ. സുധീഷ് നികേഷിനോട് പറയും, വിഷമിക്കലടാ, സുഭാഷ് ഏട്ടൻ ഇങ്ങോട്ട് വരും, നമ്മളെ ഒന്ന് വിട്ട് സുഭാഷ് ഏട്ടനെ എങ്ങോട്ടും പോകാൻ കഴിയില്ല. അച്ഛൻ വീട്ടിലേക്ക് വന്ന് ചോദിക്കും, എന്തെങ്കിലും വിവരം കിട്ടിയോ? അവർ ഇല്ലെന്ന് പറയുമ്പോൾ അച്ഛൻ പറയും, വല്ല പെണ്ണാണെങ്കിൽ ആരുടെങ്കിലും കൂടെ പോയെന്നെങ്കിലും വിചാരിക്കാം, ഇതിപ്പോൾ ആണായിപ്പോയില്ലേ, അവനറിയാം എവിടെ ഉണ്ടാവുന്നു, ഇനി വരുമ്പോൾ വരട്ടെ. നിധി പറയും, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താലോ? ഹരീഷ് ചോദിക്കും, പോലീസൊക്കെ വേണോ? നിധി പറയും, വേറെന്താ ചെയ്യുക, നമ്മൾ അന്വേഷിക്കും പോലെയല്ല അവരെ അന്വേഷിക്കുക, ഇനിയിപ്പോൾ ദൂരെ എവിടെയാണെങ്കിലും അവർക്ക് കണ്ടുപിടിക്കാം, അവർക്ക് ഇവിടുത്തെ CCTV ഒക്കെ ചെക്ക് ചെയ്യാൻ പറ്റുമല്ലോ, നമുക്കത് കഴിയില്ല. നികേഷ് അപ്പോഴേക്കും കരയാൻ തുടങ്ങാണ്. സുധീഷ് നികേഷിനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കും. അവർ പോലീസ് സ്റ്റേഷനിലെത്തുമ്പോൾ SI പറയും, സാധാരണ നിങ്ങളെ പറ്റിയാണല്ലോ കംപ്ലയിൻറ്റ് കിട്ടാറ്, നിങ്ങൾ ആർക്കെതിരെയാണ് കംപ്ലയിൻറ്റ് കൊടുക്കുന്നത്? നിധി പറയും, ആർക്കും എതിരെയല്ല, ഞങ്ങളുടെ ഏട്ടനെ കാണാനില്ല. അവിടെ വല്ല പ്രശ്നവും ഉണ്ടായോ? ഇല്ല. പിന്നെ കാണാതായെന്ന് എങ്ങനെ മനസ്സിലായി? വേറെ എങ്ങോട്ടെങ്കിലും പോയതാണെങ്കിലോ? നിധി കത്തിൻ്റെ കാര്യം പറയും. എന്നിട്ട് ആ കത്ത് എവിടെ? ആ കത്ത് കൊടുത്തിട്ട് പോലീസുകാരൻ അത് വായിക്കുകയാണ്. എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ നിധി ആ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും. SI പറയും, ഇന്നത്തെ കാലത്തും ഇതൊക്കെ വിശ്വസിക്കുന്നവരുണ്ടല്ലേ, ആ പാവം ചിലപ്പോൾ ജ്യോത്സ്യം പറഞ്ഞ പോലെ താനാണ് കാരണമെന്ന് മനസ്സിലാക്കിയിട്ട് ജീവിതം അവസാനിപ്പിക്കാൻ വരെ മടിക്കില്ല. നിങ്ങളൊക്കെ വിദ്യാഭ്യാസമുള്ള ആൾക്കാരല്ലേ, ഇതൊക്കെ വിശ്വസിക്കാൻ പാടുണ്ടോ? എന്തായാലും ഒരു പരാതി എഴുതി തന്നേക്കും, അന്വേഷിക്കാം. നിധി സുധിയോട് പുറത്തിരുന്നോളാൻ പറയും, ഞാൻ പരാതി എഴുതി കൊടുത്തിട്ട് വരാം. നിധി പരാതി എഴുതി കൊടുത്ത് വരുമ്പോൾ സുധീഷ് അവിടെ വല്ലാതെ ടെൻഷനായിട്ട് ഇരിക്കുകയാണ്. നിധി സുധിയെ വിളിക്കുമ്പോഴേക്കും സുധി ചെറിയ കുട്ടികളെപ്പോലെ വിങ്ങിപ്പൊട്ടി കരയാൻ തുടങ്ങും. നിധി സുധിയെ കുറേ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യും. സുധി പറയും, എൻ്റെ സുഭാഷ് ഏട്ടൻ എവിടെ പോയി? സുധി നിധി കൂടെ വീട്ടിലേക്ക് വരുമ്പോൾ അച്ഛൻ ചോദിക്കും, എന്താടാ നിൻ്റെ മുഖം ഇങ്ങനെ? പറയണ്ട, പോലീസുകാരുടെ രീതിയല്ലേ, അവരങ്ങനെയൊക്കെ പറയുക. ഹരീഷ് പറയും, നമുക്ക് സുഭാഷ് ഏട്ടനെ അന്വേഷിച്ച് ഒന്നുകൂടെ പോയാലോ? സുധീഷ് ചോദിക്കും, ഇനി എവിടെയാടാ പോവുക? ഹരീഷ് പറയും, പോയ എല്ലായിടത്തും ഒന്നുകൂടെ പോകണം. എന്തായാലും ഞാൻ പോവാണെന്ന് പറഞ്ഞ് ഹരീഷ് അവിടെ നിന്ന് പോവാണ്. ആ സമയത്ത് അമ്മായും വല്യച്ഛനും കൂടെ വീട്ടിലേക്ക് വരും. നിധി അവർക്ക് കസേരയൊക്കെ ഇട്ട് കൊടുക്കും. അമ്മായി പറയും, ഒരു കാര്യം കേട്ടിട്ട് വന്നതാണ് ഞങ്ങൾ. സുഭാഷ് എങ്ങോട്ടാ പോയത്? അച്ഛനുമായിട്ട് വല്ല വഴക്കുണ്ടായോ? നിധി പറയും, അങ്ങനെയൊന്നുമില്ല, ഒരു ജ്യോത്സ്യം വന്നിരുന്നു, സുഭാഷ് ഏട്ടൻ കാരണമാണ് ഈ വീട്ടിൽ നല്ലതൊന്നും നടക്കാത്തതെന്ന് ജ്യോത്സ്യം പറഞ്ഞു, അത് കേട്ടിട്ടാ സുഭാഷ് ഏട്ടൻ ഇവിടുന്ന് പോയത്. അച്ഛൻ അങ്ങോട്ട് വന്നിട്ട് വല്യച്ഛനോട് ചൂടാവാണ്, എൻ്റെ മോനെ നിങ്ങളൊക്കെ എന്താടാ ചെയ്തത്? വല്യച്ഛൻ പറയും, കേട്ടില്ലേ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇങ്ങോട്ട് വരണ്ടാന്ന്. അമ്മായി പറയും, ഈ വീട്ടിൽ ആകെ നല്ലൊരാൾ സുഭാഷാ, അതുകൊണ്ടാ ആ കാര്യം കേട്ടപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്, വരണ്ടാന്ന് വിചാരിച്ചതാ, പക്ഷേ മനസ്സ് സമ്മതിച്ചില്ല. അച്ഛൻ പറയും, ഓ നിൻ്റെ ആ തക്കത്തിന് ഇവിടെ ഉള്ളവരെയൊക്കെ ഇവിടുന്ന് ഒഴിപ്പിക്കാമെന്ന് കരുതി വന്നതല്ലേ? അതും പറഞ്ഞ് അച്ഛൻ അവിടുന്ന് പോവാണ്. അമ്മായി അവരോട് പറയും, അവൻ വരും, നിങ്ങളൊന്നും ഇല്ലാതെ അവന് ജീവിക്കാൻ കഴിയില്ല, ഉറപ്പായിട്ടും വരും. വല്യച്ഛൻ പറയും, ഞാൻ നിങ്ങളോട് വഴക്കിട്ടിട്ടുണ്ട്, നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഒരാളെ ഇല്ലാതാക്കണമെന്ന് മനസ്സുകൊണ്ട് പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അതും പറഞ്ഞ് അവരവിടെ നിന്ന് പോവാണ്. രാത്രി അവരൊക്കെ കൊലായിലിരിക്കുകയാണ്. സുധി പറയും, ഹരീഷ് പോയിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ. നിധി നികേഷേന്ന് വിളിക്കും. എന്നിട്ട് പറയും, സുഭാഷ് ഏട്ടൻ വരും, നിങ്ങളെയൊന്നും കാണാതെ മാറി നിൽക്കാൻ സുഭാഷ് ഏട്ടന് പറ്റില്ല. നിധി വന്നിട്ട് സുധിയോട് പറയും, സുധീഷേ, എനിക്ക് നികേഷിനെ കാണുമ്പോൾ എന്തോ പേടി പോലെ, സുഭാഷ് ഏട്ടൻ തിരിച്ചെത്തിയില്ലെങ്കിൽ അതവന് താങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സുധി പറയും, ആർക്കും പറ്റില്ല നിധി, ഒരു കണക്കിന് ഇവിടെ ഇരിക്കുന്നതേ ഉള്ളൂ, എവിടെ പോയി അന്വേഷിക്കുമെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. നിധിക്കാണെങ്കിൽ അവരോടൊന്നും പറയാൻ കഴിയുന്നില്ല.